ജന്തർമന്ദിറിലെ സമരവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡി എടുത്തവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇതോടുകൂടി തന്നെ സമരത്തെ പിന്തുണച്ചവരുടെ പോലും കണ്ണു തള്ളിക്കുന്ന ഒരു കണക്കായി അത് മാറി. സമരത്തിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് ദില്ലിയിൽ 2873 പേരാണ്. ജൂലൈ 20 മുതൽ 25 വരെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം വഴി കണ്ടെത്തിയവരാണ് ഇവർ. ഇവരുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിൽ ഇതിൽ 101 പേർ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ടതാണ്. 101 പേർ. അവർ വിവിധ കേസുകളിൽ, അതായത് ഇവിടെ നടന്നതല്ല, മുൻപ് ആ കേസുകളിലെ പ്രതികളാണ്. 101 പേർ ജാമ്യത്തിലുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഈ ശ്രമം നടത്തിയിട്ട് മുങ്ങി നടന്നവരുണ്ട് 101 പേർ. ഇതിൽ കവർച്ചക്കാർ, അതായത് മോഷണം മറ്റും നടത്തുന്നവർ 284 പേർ. ബലാത്സംഗ കേസിലെ പ്രതികൾ 61 പേർ. പോക്സോ കേസിലെ പ്രതികൾ 6 പേർ. ലൈംഗിക പീഡനം നടത്തുന്നവർ, സ്ത്രീകൾ നടത്തിയവർ 25 പേർ. ആയുധ നിയമപ്രകാരം ആയുധങ്ങൾ കൈവശം വെച്ച് ആക്രമിക്കാൻ നടന്നവർ 229 പേർ. പിടിച്ചുപറിക്കാർ, നേരത്തെ നമ്മൾ കവർച്ചക്കാരെ പറഞ്ഞു, കവർച്ചക്കാരുടെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഈ പിടിച്ചുപറിക്കാരെന്ന് പറയുന്നത്. അവര് 135 പേർ. തട്ടിക്കൊണ്ടുപോകൽ 19 പേർ. മയക്കുമരുന്ന് NDPC അനുബന്ധ കുറ്റങ്ങൾ ചെയ്ത 67 പേർ. ഇതിൽ 62 പേർ 2 അതിലധികമോ കേസുകളിലെ പ്രതികളാണ്. ഇതിൽ 33 പേർ 10 അതിലധികമോ കേസിലെ പ്രതികളാണ്. ചിലരൊക്കെ ജാമ്യത്തിലിറങ്ങി ഈ സ്ഥലത്ത് എത്തുകയും അക്രമങ്ങളും പിടിച്ചുപറികളും ഒക്കെ നടത്തുകയായിരുന്നു. വലിയ മോഷണങ്ങൾ പോയതിന്റെ കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. മൊബൈൽ ഫോണും മറ്റും മോഷണം പോയതായിട്ട് ചില FIR-കൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവരെയൊക്കെ വെറുതെ വിടണമെന്നാണോ പാർട്ടി പറയുന്നതെന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. കാരണം പോലീസ് ഇത്രയും നാൾ തെരഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ കഴിയാതെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവരാണ് ഈ പ്രതികളിൽ ഏറെയും. ഏതായാലും ചെറിയ കുറ്റമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇവരെ ജൻസികളായി കണ്ട് വെറുതെ വിടണമെന്നാണോ പാർട്ടികൾ പറയുന്നതെന്ന് അറിയാൻ ജനത്തിനും ആഗ്രഹമുണ്ട്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.